മാമനപുരം മുഹമ്മദ് മൗലവി എന്ന സ്ഥാനം, വളരെ മഹത്വമുള്ള ആ സ്ഥാനം. എൻ്റെ പുസ്തകത്തിന്, ചില പുസ്തകത്തിന് അദ്ദേഹം ബഹുമാനപ്പെട്ടവർ അങ്ങനെ അദ്ദേഹം പിന്നെ അവതാരികയൊക്കെ എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ അവതാരിക എഴുതിയിട്ടുണ്ട്. നല്ല പിന്നെ മഹത്തായ സേവനമാണ് അദ്ദേഹം വച്ചിരുന്നത്. പിന്നെ ഇപ്പം അത് കഴിഞ്ഞ് പിന്നെ അപ്പം അന്ന് കോളേജ് വിദ്യാഭ്യാസം നിർത്തുന്നതിന് മുമ്പ് തന്നെ കൊല്ലൂറുള്ളയിലേക്ക് താമസം, എൻ്റെ വിദ്യാഭ്യാസ മേഖല മാറി ദീനീ വിദ്യാഭ്യാസം. അപ്പം പിന്നെ എസ് എൻ കോളേജിൽ ഭൗതിക വിദ്യാഭ്യാസവും ഇപ്പുറം 2-2.5-3 കിലോമീറ്റർ ഇപ്പുറമാണ് കൊല്ലൂറുള്ള. ആ കൊല്ലൂറുള്ള ജമാഅത്തിലുള്ള ഏതാണ് മദനുലൂലും പിന്നെ അറബിക് കോളേജ് എൻ്റെ മതവിദ്യാഭ്യാസവും, ഇത് രണ്ടും കൂടെ ഒത്തൊരുമിച്ച് പോകും. കൊല്ലൂറുള്ളയിൽ നിന്ന് എസ് എൻ കോളേജിലേക്ക് പോകും, എസ് എൻ കോളേജിൽ നിന്ന് മദനുലൂലിലേക്ക് വരും. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസ മേഖല വന്നു. അന്നാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം മൗലവി കിടങ്ങയം അവർ പിന്നെ മലബാറിൽ പേരും പെരുമയും എത്തിച്ച പിന്നെ ഒരു ജമിയത്തുൽ ഈ ജമിയത്തുൽ അല്ലാതെ ഒരു ജമിയത്തുൽ അവിടെ ഉണ്ടായിരുന്നല്ലോ. ആ ജമിയത്തുൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇവിടെ തന്നെ പിന്നെ 5-6 കൊല്ലം പിന്നെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കൊല്ലൂറുള്ളയിലാണോ സേവനം അനുഷ്ഠിച്ചത്? കൊല്ലൂറുള്ളയിൽ ദർസ വിദ്യാഭ്യാസം ചെയ്തിട്ടുണ്ട്. അന്ന് എനിക്ക് കൊല്ലൂറുള്ളയിൽ പോയിട്ട് തസീൽ അബ്ലാഖിന്റെ പിന്നെ കിതാബുകൾ, അതിന്റെ ചഴമേനി വ്യാഖ്യാനങ്ങൾ ഇതൊക്കെ കൊണ്ടുവന്ന് തരികയും, ഷൗക്കത്ത് അലി ഒരു കാര്യം ചെയ്യണം, പിന്നെ അവിടെ കൊല്ലത്ത് ചെന്നിരുന്നാൽ, എസ് എൻ കോളേജിൽ ചെന്നിരുന്നാൽ പിന്നെ BSc മാർക്സ് എടുക്കുന്ന ആ സന്ദർഭത്തിൽ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് പിന്നെ ദീനി വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ ഈ വാനശാസ്ത്രത്തിന്റെ ഭാഗങ്ങളെല്ലാം പിന്നെ ഒത്തൊരുമിച്ച് രണ്ടും കൂടെ പേർത്തു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഉപദേശങ്ങൾ തന്നുകൊണ്ടിരുന്ന ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട പിന്നെ മർഹൂം ഇബ്രാഹിം മൗലവി അവർ. അദ്ദേഹം വളരെ വിജ്ഞാന പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ വാനശാസ്ത്രത്തിൽ, പിന്നെ കിതാബ് ദർസിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ പോകുന്ന ആ സന്ദർഭത്തിൽ, ആ ഘട്ടത്തിലാണ് ഞാൻ എസ് എൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എസ് എൻ കോളേജിലെ ഇംഗ്ലീഷ് പഠനത്തിൽ വാനശാസ്ത്രം വരുന്ന, അസ്ട്രോണമി വരുന്ന ആ ഭാഗങ്ങളും പിന്നെ ഹുലാസത്തുൽ ഹിസാബും ഇതുകളെല്ലാം എടുത്തു നോക്കിക്കൊണ്ട് മൈലാപ്പൂർ ദേശം എങ്ങനെ കിടക്കുന്നതെന്നറിയാമോ? അന്നും മൈലാപ്പൂർ ജനവാസം കൂടിയിട്ടില്ല. വളരെ അകന്നകന്ന് വീടുകൾ മാത്രം, 5-6 വീടുകൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് 5 ഏക്കർ പുരയിടമുള്ളത് വെളുന്തറയല്ല, അത് 4 വശവും പിന്നെ പറങ്കിമാങ്കൂട്ടവും നടുക്ക് തെങ്ങിൻ തോപ്പും പിന്നെ അതൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരു പുരയിടമാണ്. അവിടെ ഇരുന്ന് രാത്രി കാലങ്ങളിൽ ചന്ദ്രനെ നോക്കാൻ ഒക്കില്ല, സൂര്യനെ നോക്കാൻ ഒക്കില്ല, പിന്നെ നക്ഷത്രങ്ങൾ നോക്കാൻ ഒക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ സ്വല്പം കൂടെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ വെളിപ്പുരയിടങ്ങളാണ്, മൊത്തം വെളിപ്പുരയിടങ്ങൾ, ഇവിടെ എല്ലാം വെളിപ്പുരയിടങ്ങളാണ്. അങ്ങനെ ആ വെളിപ്പുരയിടങ്ങളിൽ തലയണിയിട്ട് കിടന്നിട്ടുണ്ട്. തലയണിയിട്ട് കിടക്കുമ്പോൾ നക്ഷത്രജാലങ്ങൾ സഞ്ചരിക്കുന്ന നക്ഷത്രജാലങ്ങളുടെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ രീതികളിൽ ചിലപ്പോഴെല്ലാം വന്ന് പിന്നെ എന്തൊക്കെയോ നക്ഷത്രങ്ങളെ പോലെ വന്ന് ചുറ്റിക്കിറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കൂടെ ഞാൻ ഒരു ദിവസം എഴുതി മലയാള രാജ്യം പത്രം, പ്രഭാതം പത്രം എന്ന് 2 പത്രങ്ങളെ കൊല്ലത്ത് നിന്ന് അന്ന് പുറപ്പെടുന്നുള്ള പ്രഭാതം പത്രം തങ്ങളൂർ യൂണിവേഴ്സിറ്റിക്കാരുടെ വക, പിന്നെ മലയാള രാജ്യം പത്രം മറ്റ് പിന്നെ ഇവരുടെ ഒരു ബ്രാഹ്മണ സമൂഹത്തിൻ്റെ ഒരു വകയാണ്. അങ്ങനെയൊക്കെ അപ്പോൾ പിന്നെ ഞാൻ എഴുതി അയച്ചു, ഇന്ന നക്ഷത്ര മണ്ഡലങ്ങളുടെ മധ്യത്തിലൂടെ ചുറ്റിക്കറങ്ങി വരുന്ന പിന്നെ ഒരു നക്ഷത്രം ഞാൻ കണ്ടു. അത് ഇത്ര സെക്കൻഡുകളിലെടുത്ത് ഇന്ന ഭാഗങ്ങളിലേക്ക് പോയി, ഇന്ന രാശികളിലൂടെ കറങ്ങി വന്നു. എന്നിട്ട് ഇന്ന രാശിയിൽ പോയി അങ്ങ് വടക്ക് ശാഖയിലിട്ട് പോയിട്ട് ശേഷം പിന്നെ അത് കണ്ടിട്ടില്ല. അത് എന്താണെന്ന് വാനശാസ്ത്രത്തിൻ്റെ പണ്ഡിതന്മാർ അറിയിച്ചു തരണം എന്നും കൂടെ ഞാൻ എഴുതി വെച്ചുകൊണ്ട് മലയാള രാജ്യത്തിനും അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തു. പിന്നെ കോളേജ് വിദ്യാർത്ഥിയെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് ഈ പ്രഭാതം, മുസ്ലിങ്ങളുടെ പ്രഭാതം പത്രത്തിന് റിപ്പോർട്ട് കൊടുത്തു. അങ്ങനെ 2നും കൊടുത്തിട്ട് ഞാൻ ഇരിക്കുകയാണ്. പിറ്റേന്ന് തന്നെ മലയാള രാജ്യം എടുത്തു നോക്കുമ്പോൾ അതിൽ ഒരു കാളം നിറയെ എൻ്റെ ഈ ഞാൻ കൊടുത്തിരിക്കുന്ന വാർത്തയാണ്. ഭംഗിയായിട്ട് ഞാൻ കൊടുത്ത അതേപോലെ തന്നെ എഴുതി വന്നു. പ്രഭാതം എടുത്തു നോക്കി. പ്രഭാതം ഇന്നത്തെ പോലെയല്ല, അന്ന് തങ്ങളൂർ യൂണിവേഴ്സിറ്റിക്കാർ നേരിട്ട് നടത്തുന്ന പത്രമാണ്. അപ്പം പിന്നെ പ്രഭാതം എടുത്തു നോക്കി. അപ്പം പ്രഭാതത്തിൽ ആ വാർത്തയില്ല.
അടുത്ത ദിവസം നോക്കി, അടുത്ത ദിവസമില്ല, അതിനടുത്ത ദിവസം നോക്കി, വന്നില്ല. എന്താണ് ഈ കാര്യം, നമുക്കൊന്ന് അറിയണമല്ലോ. ഈ 2 പത്രങ്ങളും എടുത്തുകൊണ്ട് പ്രഭാതം പത്രത്തിൻ്റെ അടുത്തേക്ക് പോയി. ഞാനൊരു മുസ്ലിമാണ്, ഇതൊരു മുസ്ലിം പത്രമാണ്, അവരെഴുതുന്നില്ല. മറ്റൊരു ബ്രാഹ്മണ സമൂഹമാണ്, ഞാൻ മുസ്ലിമാണ്, എന്നിട്ട് അവരെഴുതിയിരിക്കുന്നു, എന്താ കാരണമെന്നറിയാൻ ഇവിടെ പോയി. ആദ്യമേ പിന്നെ ഇവിടെ ചെന്നപ്പോഴേ പ്രഭാതം പത്രക്കാർ പറഞ്ഞ്, നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ്, പക്ഷേ ഇത് ഞങ്ങൾക്ക് വാനശാസ്ത്ര പണ്ഡിതന്മാരില്ല ഇവിടെ, അസ്ട്രോണമി പിന്നെ പഠിച്ചവരുടെ സംഘമില്ല നോക്കാൻ. അവർക്കാണെങ്കിൽ അസ്ട്രോണമിയുടെ ഒരു ഗ്രൂപ്പുണ്ട്, വാനശാസ്ത്രത്തിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, പണ്ഡിതന്മാർ, അവർ നോക്കും. അതുകൊണ്ട് അവർക്ക് ശരിയും തെറ്റും തിരിച്ചറിയാം, അതുകൊണ്ട് അവരെഴുതിയതാണ്. ഞങ്ങൾക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ ഒക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ എഴുതിയില്ല എന്ന് മാത്രം പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ച് അവർ മടക്കി. അവർ തെറ്റല്ല പറഞ്ഞത്, ശരിയാണ്. അത് ഞാൻ പറയുകയും മറ്റുള്ള എൻ്റെ സുഹൃത്തുക്കളോട് പറയുകയും ചെയ്തു, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് അപ്പോൾ ഈ പിന്നെ മേഖല മനസ്സിലായല്ലോ. അതിനുശേഷം അപ്പോൾ ആ വിദ്യാഭ്യാസ മേഖല അങ്ങനെ പിന്നെ മുന്നോട്ട് നീങ്ങി. പിന്നെ വിദ്യാഭ്യാസം പിന്നെ ഒന്നുപോലെ തന്നെ എല്ലാവരും പഠിച്ചു വരുന്നത് പോലെ തന്നെ പിന്നെ ഡിഗ്രി എടുത്ത് ഞാൻ പിന്നെ ബി.എഡ് പഠനം എവിടെയാണ് പൂർത്തിയാക്കിയത്? ബി.എഡ് പഠനം പൂർത്തിയാക്കുന്നത് ഇവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ, ഈ കോളേജിൽ BSc പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ ഒരു വാണ്ടഡ് കണ്ടു, അധ്യാപകരെ പിന്നെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ പിന്നെ അധ്യാപകരുടെ റിക്വസ്റ്റ്, ഗവൺമെൻറ് റിക്വസ്റ്റാണ്. അപ്പം എല്ലാവരും പറഞ്ഞ് എന്താ എഴുതിക്കോ, എഴുതിയ കിട്ടുന്നെങ്കിൽ പോയിക്കോ, പിന്നെ കാരണം പെട്ടെന്ന് കിട്ടുന്നതൊന്നുമല്ല, ഗവൺമെൻറ് സർവീസിലേക്ക് ഇരിക്കട്ടെ. അങ്ങനെ ഞാൻ എഴുതി. അപ്പോൾ തന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ കാർഡ് വന്ന്, അന്ന് കാർഡുകളേ ഉള്ളൂ, മെമ്മോ ആയിട്ട് ഫോണൊന്നും ഇല്ലാത്ത കാലമാണ്. വിളിച്ച് പിന്നെ സ്കൂളിലേക്ക് പിന്നെ PD ടീച്ചറായിട്ട് പ്രൈമറി സ്കൂൾ 7ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് അയക്കുകയാണ് ചെയ്തത്. അപ്പോൾ 5-6 ദിവസം അങ്ങനെ ഇരിക്കും, പിന്നീട് ഇത് മാറി വരും. അങ്ങനെ സ്കൂളിൽ ഇരുന്നുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് എഴുതിയാണ് പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് പിന്നെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് തിരിയുന്നത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് തിരിയുമ്പോൾ പിന്നെ ഞാൻ ഈ BSc ഡിഗ്രി എഴുതിയതിന് ശേഷം B.Ed ഇല്ലാതെ അന്ന് പിന്നെ അധ്യാപകർക്ക് പ്രൊമോഷൻ കിട്ടും. B.Ed ഇല്ലാതെ ഹൈസ്കൂളിൽ പഠിപ്പിക്കാൻ പ്രൊമോഷൻ കിട്ടും. അങ്ങനെ ഇരിക്കുന്ന കാലമാണ് അത്. അതുകൊണ്ട് എനിക്ക് B.Ed എടുക്കുന്നതിന് മുമ്പ് തന്നെ BScയിൽ ഇരുന്നുകൊണ്ട് തന്നെ പിന്നെ പ്രൊമോഷൻ ഹൈസ്കൂളിലേക്ക് അപ്പോഴും തന്നെ BSc പാസ്സായി എന്ന് ഡിഗ്രി വന്നപ്പോൾ ഉടൻ തന്നെ എനിക്ക് പ്രൊമോഷനും തന്നു. ഞാൻ ഹൈസ്കൂളിലേക്ക്